മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ രാഷ്ട്രീയം ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ചില നയനിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുമായി വലിയ രീതിയിലുള്ള അകൽച്ചയുള്ള രാഷ്ട്രങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും. അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യശാസ്ത്രപരമായ രീതിയിൽ തന്നെ വലിയ അകൽച്ചയുണ്ട്. അപ്പോൾ ആശയപരമായി തന്നെ വലിയ തർക്കത്തിലുള്ള ഒരു രാഷ്ട്രവുമായി ചേർന്ന് നിൽക്കാൻ ഒരു കാലത്തും അറേബ്യൻ രാജ്യങ്ങൾ താല്പര്യം കാണിക്കാത്ത രാജ്യത്തിൻ്റെ പേരാണ് ചൈന എന്ന് പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് അവരുടെ നയനിലപാടുകൾക്ക് മാറ്റം വന്നു. അതോടൊപ്പം തന്നെ അറേബ്യൻ ഭൂമികയിലുള്ള മുസ്ലിം രാജ്യങ്ങളുടെ നയനിലപാടുകൾക്കും വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ നേതാക്കളുമായി ബീജിംഗിൽ വെച്ച് ചൈനയുടെ ഭരണാധികാരികൾ ചർച്ച നടത്തി എന്ന് പറയുന്നത്. അത് ചൈനയുടെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ്, അതോടൊപ്പം തന്നെ ഹമാസിന്റെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ചൈനക്ക് മിഡിൽ ഈസ്റ്റിൽ എന്ത് കാര്യം, എന്താണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. യുദ്ധവും അതിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും അമേരിക്കയും അവരുടെ മുതലാളിത്ത നയനിലപാടുകൾക്കെതിരെയും എല്ലാ കാലത്തും പോരാടിയിരിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അവരുടെ എല്ലാ നയങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗത്ത് മുതലാളിത്തം, ഒരു ഭാഗത്ത് തൊഴിലാളി സംവിധാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയം. ഇത് പല ഘട്ടങ്ങളിലും പല രൂപത്തിലായ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, ചിലത് പുറത്ത് വന്നിട്ടില്ല എന്നുള്ള രീതിയാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏറെക്കുറെ അത് ഇപ്പോൾ പരസ്യമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളോട് താല്പര്യവും സഹകരണവും പാലിക്കുന്ന രീതിയിലേക്ക് ചൈന മാറിയിരിക്കുന്നു. ചൈനയോട് സഹകരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നിടത്തേക്ക് അറബ് രാജ്യങ്ങളും എത്തിയിരിക്കുന്നു. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം, രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കയോടും സോവിയറ്റ് യൂണിയനോടൊപ്പം പങ്കുവഹിച്ച രാജ്യമാണ് ചൈന. അങ്ങനെ ഒരു മേൽക്കോയ്മയും ഒരു അഭിമാനവും അവർക്കുണ്ട് താനും. എന്നാൽ അവര് മിഡിൽ ഈസ്റ്റിന്റെ മേഖലയിലേക്ക് പല ഘട്ടങ്ങളിലും കയറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും രണ്ട് കാരണത്താൽ അവർക്കത് സാധിച്ചിട്ടില്ല. ഒന്ന്, അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ശക്തിയും ആധിപത്യവും ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, അറേബ്യൻ രാജ്യങ്ങൾ ഒരു തരത്തിലും കമ്മ്യൂണിസത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അറേബ്യൻ മേഖലയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വരുന്നതും തങ്ങളുടെ സുരക്ഷിത രാഷ്ട്രമായിട്ടോ സുരക്ഷിത മേഖലയായിട്ടോ എല്ലാ കാലത്തും അമേരിക്കയെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത് ഇറാഖ് അമേരിക്കൻ യുദ്ധത്തോടനുബന്ധിച്ചാണ്. മെസോപ്പൊട്ടോമിയൻ നാഗരിക സംസ്കാരം നിലനിൽക്കുന്ന ബാഗ്ദാദിന്റെ ഭൂമിയിലേക്ക് നിങ്ങൾ സൈനികരെ അയച്ചുകൊണ്ട് ആക്രമിക്കരുത്, നമ്മൾക്കത് സമന്വയത്തിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന് അറബ് ലീഗ് ഐക്യത്തോടു കൂടി അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഈ ഒരു കാര്യത്തിൽ തന്നെ 2-3 പ്രാവശ്യം അമേരിക്ക സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലാണ്. ബസറ വീണ സമയത്ത് കുറഞ്ഞൊരു ഇടവേളയുണ്ടായിരുന്നു ബാഗ്ദാദ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഏകദേശം ഒരു 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തോളം. ആ ഇടവേളക്കിടയിലൊക്കെ യുദ്ധം ഏകദേശം അവസാനിക്കും, ബാഗ്ദാദിലേക്ക് ആക്രമണം ഉണ്ടാവില്ല എന്നിടത്തേക്കൊക്കെ അഭിപ്രായങ്ങളൊക്കെ മീഡിയകൾ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരുന്നു. അതുകൊണ്ടാണ് ബസറയ്ക്ക് ശേഷം ബാഗ്ദാദിലേക്ക് വലിയ രീതിയിലുള്ള കാലതാമസം നേരിട്ടത്. എന്നാൽ അറേബ്യൻ നിലപാടുകളൊക്കെ തിരസ്കരിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാടും തങ്ങളുടെ ആധിപത്യവും ഈ മേഖലയിൽ ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഒരു കാര്യം അറബ് രാജ്യങ്ങൾക്ക് ബോധ്യമായി, എല്ലാ കാലത്തും ഇവരെ ആശ്രയിച്ചാൽ തങ്ങളുടെ ആശയത്തെയും തങ്ങളുടെ വിശ്വാസത്തെയും എതിർക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനു നേരെ കാഞ്ചി വലിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക വരും എന്നതൊരു തിരിച്ചറിവിൽ അവർ അമേരിക്കക്ക് ബദലായിരിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ അവർ റഷ്യയിലേക്ക് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. ഏകദേശം 70 വർഷത്തിനിടയിൽ ആദ്യമായി സൗദിയിലെ ഒരു ഭരണാധികാരി റഷ്യ സന്ദർശിച്ച ഒരു സ്ഥിതി വലിയ പ്രാധാന്യത്തോടു കൂടി അന്ന് ലോകം ചർച്ച ചെയ്താണ്. അന്ന് അബ്ദുള്ള രാജാവ് സൗദി അറേബ്യ ഭരിക്കുന്ന സമയത്താണ് റഷ്യൻ സന്ദർശനം അദ്ദേഹം തീരുമാനിച്ചത്.
അത് റഷ്യ വലിയ രീതിയിൽ ഇതിനെ ആഘോഷിക്കുക തന്നെ ചെയ്തു. സൗദി അറേബ്യയുടെ ഒരു ഭരണാധികാരി 75 വർഷം പറയുന്നുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ അന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ട് അത് ആഘോഷിക്കുന്ന ഒരു രീതി തന്നെയാണ് സൗദി അറേബ്യയിലെ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ എത്തി തിരിച്ചു വരുന്നവരെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് സൗദി അറേബ്യയിലെ പത്രങ്ങൾ അതിന് ഫസ്റ്റ് പേജ് കവറേജ് കൊടുത്തത്. അൽ ജസീറ, റിയാദ്, ഒക്കാസ് എന്ന് പറയുന്ന പത്രങ്ങളൊക്കെ ഫസ്റ്റ് പേജിലെ കവറേജ് കൊടുത്തിട്ടാണ് അതിന് പ്രാധാന്യം നൽകിയത്. അപ്പോൾ അവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിലൊരു പ്രയാസവും അത് അവിടെ ഉണ്ടായി. റഷ്യ എല്ലാ കാലത്തും ബദ്ധശത്രുക്കളാകുന്ന സമയത്ത് അമേരിക്കയെ ഒഴിവാക്കിയിട്ട് അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ള വലിയ താല്പര്യമൊന്നുമില്ല. അതോടനുബന്ധിച്ച് അറബികളുടെ രാഷ്ട്രീയമായിരിക്കുന്ന ബന്ധങ്ങൾ അമേരിക്കയുമായിട്ട് ഉയരാൻ തുടങ്ങി. ലോകബാങ്കിലെ പണം ഡെപ്പോസിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായി. ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായി. അതിൻ്റെ ഇടയിൽ ആണവായുധം, സമാധാനത്തിലുള്ള ആണവായുധം തങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് UN സഭയിൽ അറബ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധിയായിട്ട് സൗദി അറേബ്യ പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ അമേരിക്ക എതിർക്കുന്നു. അമേരിക്കയുമായിട്ട് നേരിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുന്നു. അമേരിക്ക അത് തിരസ്കരിക്കുന്നു. അങ്ങനെ പോകുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മാറി ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അതോടുകൂടി മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിലും ഇത് രാഷ്ട്രീയമായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. തങ്ങൾ സുരക്ഷിതരല്ലെന്നും തങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റിയ രാജ്യമല്ല അമേരിക്ക എന്നും തിരിച്ചറിവുണ്ടാവുന്നത് ആ സമയത്താണ്. അങ്ങനെയാണ് യമൻ എന്ന് പറയുന്ന രാജ്യം ജിദ്ദയിൽ ചേർന്നിരുന്ന അറബ് ഉച്ചകോടിയിൽ വെച്ച് ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്ത് ചൈനീസ് സൈനികർക്ക് തങ്ങൾ ഭൂമി വിട്ടുകൊടുക്കുമെന്നും ഇവിടെ സൈനിക താവളം സ്ഥാപിക്കാനും എയർപോർട്ടുകൾ സ്ഥാപിക്കാനും തങ്ങൾക്ക് സമ്മതമാണ് എന്നൊരു പ്രഖ്യാപനം ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് ഒമാൻ നടത്തിയതോടുകൂടി ചൈനയെ പരസ്യമായ രീതിയിൽ രാജ്യത്തെ അറബ് ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന് ലോക മീഡിയകൾ വിലയിരുത്തി അഭിപ്രായം രേഖപ്പെടുത്തി. അപ്പൊ റഷ്യയോടും ചൈനയോടും എല്ലാ കാലത്തും അകന്നു നിൽക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അവരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ സുരക്ഷിത സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് കുറച്ചുകൂടി വിശ്വസിക്കാൻ അവരെയാണ് പറ്റുക എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ വലിയ ഇടപെടൽ ചൈന നടത്തുന്നു. അവർക്ക് 30% ലോക സാമ്പത്തിക മേഖലയുടെ ഏകദേശം 30 മുതൽ 35% വരെ അറേബ്യൻ മേഖലയെ പെട്രോളിയം സ്വർണ്ണക്കനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ കയറ്റുമതിയും ഇറക്കുമതിയും ഇതിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഇതിൽ ചൈനയ്ക്ക് വലിയ പങ്കാളിത്തം കിട്ടണമെങ്കിൽ അമേരിക്കയുമായിട്ട് അകൽച്ച ഉണ്ടാവണം. ആ നയനിലപാടിലൂടെ കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസിന്റെ നേതാക്കളുമായി ബീജിംഗിൽ വെച്ച് ചൈനീസ് ഗവൺമെന്റ് ഔദ്യോഗികമായിരിക്കുന്ന ഒരു ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ വളരെ കൃത്യമായ രീതിയിൽ അറേബ്യൻ മേഖലയോടുള്ള തങ്ങളുടെ താല്പര്യങ്ങളും ആ മേഖലയിൽ തങ്ങൾക്കുണ്ടാകുന്ന രാഷ്ട്രീയ ഉദ്ദേശങ്ങളും ഒരു പരിധിവരെ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഹമാസുമായിട്ടുള്ള ആ ചർച്ചയിൽ ഹമാസിന് സൈനികപരമായിട്ട് സഹായിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അത്തരമൊരു അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ചില മീഡിയകൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. പിന്നീട് ഇവരുമായിട്ട് അത്തരമൊരു ചർച്ചകളും കാര്യങ്ങളും നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി വിമതർക്ക് ഈ ചൈന ആയുധം നൽകുന്നുണ്ടോ എന്ന ഒരു അഭിപ്രായം ഇതിനിടയിൽ ഉയർന്നു വന്നു. സൈനികമായിരിക്കുന്ന സഹായം ചൈന ഹൂത്തികൾക്ക് നൽകുന്നുണ്ട് എന്നൊരു അഭിപ്രായം പ്രബലമാണ്. പക്ഷെ അതിന് തെളിവ് കാര്യങ്ങളൊന്നുമില്ല. ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള യാതൊരു അറിവുകളും അല്ലെങ്കിൽ തെളിവുകളും ഇതിൻ്റെ കൂടെ ഹാജരാക്കിയിട്ടില്ല. ദീർഘദൂര മിസൈൽ പരീക്ഷണം പല ഘട്ടങ്ങളിലും ഹൂത്തികൾ നടത്തുന്നത് അല്ലെങ്കിൽ യമന്റെ ഭാഗത്ത് നടത്തുന്നത് ചൈനയുടെ പിന്തുണയോടെ സഹായത്വം കൊണ്ടാണ് എന്നും ഇതിനോടനുബന്ധിച്ച് തന്നെ വിലയിരുത്തപ്പെടുകയാണ്. അപ്പോൾ ഒരു വലിയ പിന്തുണ ഈ വിഭാഗത്തിന് ഈ ചൈനയുടെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ അവർക്ക് ഈ മേഖലയിലുള്ള ആധിപത്യവും ഈ രാഷ്ട്രങ്ങളോടുള്ള ബന്ധങ്ങളും അത് പ്രകടമാക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചൈനയ്ക്ക് ആധിപത്യം കുറഞ്ഞു പോകും എന്നുള്ള ഉറപ്പാണ്. ഇപ്പം യുദ്ധം തുടങ്ങി ഇത്രയും ദിവസം 1 വർഷവും 4 മാസവും ഏകദേശമായിട്ട് പോലും പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയമുണ്ട് എന്ന് അവകാശപ്പെടാൻ ഈ ഇസ്രായേലിനോ അതോടൊപ്പം തന്നെ അമേരിക്കക്കോ സാധിക്കുന്നില്ല. അപ്പം ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളുമായി
ഈ ഭീകര വിഭാഗം എന്ന് പറയുന്നവർ ഏറ്റുമുട്ടൽ തുടങ്ങിയത് 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഉത്തരം തന്നെയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ ചൈന നടത്തുന്നത് ഈ മേഖലയിലുള്ള ആധിപത്യത്തിന് വേണ്ടിയിട്ടും സാമ്പത്തിക രംഗത്തുള്ള വലിയ മുതൽ മുടക്ക് അല്ലെങ്കിൽ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ മുറിപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ചൈനയുമായി ഏറ്റുമുട്ടാൻ അമേരിക്കക്ക് ധൈര്യമില്ല. ഇറാനുമായി ഏറ്റുമുട്ടാൻ ധൈര്യമില്ലാത്ത അമേരിക്കക്ക് ചൈനയുമായി ഏറ്റുമുട്ടാനോ അവരെ പുറത്താക്കാനോ സാധിക്കില്ല. അതിൻ്റെ കാര്യം അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി ചൈനയെ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധം ഭാവിയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ചൈനയും റഷ്യയുമായി ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഈ മേഖല സുസ്ഥിരമായിരിക്കുന്ന ഒരു ശക്തിയുള്ള മേഖലയാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതും അറേബ്യൻ രാജ്യങ്ങളുടെ ആഗ്രഹം സമാധാനത്തിലുള്ള ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നാൽ ഒരു കാലത്തും സാധിക്കുകയില്ല. അത് റഷ്യയോടും ചൈനയോടൊപ്പം ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ചൈനയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ചൈന അതോടനുബന്ധിച്ച് തന്നെ ഈ മേഖലയിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥത്തിൽ ചൈനക്ക് താല്പര്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അത് വല്ലാതൊന്നും വൈകാതെ സാധ്യമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.